മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ റൂഹിനെ പിടിച്ചു കഴിഞ്ഞ് 6 അടി മണ്ണിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഉപകാരമാവുന്നത് ദുനിയാവിൽ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രമാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് സ്വഹാബത്തിനോട്, സ്വഹാബ, ഒരു കൂട്ടം ആളുകളുടെ ആയുസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് കളയും. സ്വഹാബാക്കൾ ചോദിച്ചു, ആരാണ് നബിയെ ആ ഒരു കൂട്ടം ആളുകൾ? അപ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ആരുടെ വീട്ടിലാണോ ഹറാമിൻ്റെ സമ്പത്തുള്ളതെങ്കിൽ അവരുടെ ആയുസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് കളയും. എന്നാൽ ഇന്ന് എല്ലാവരും പണത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ, മറ്റ് സന്തോഷങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ, അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ പഠിക്കാൻ പറ്റിയൊരു സ്വഹാബിയുടെ ചരിത്രമുണ്ട്. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മഹാനരായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വന്നിട്ട് ഹബീബായ തങ്ങളോട് സംസാരിക്കുകയാ. ഹബീബായ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുന്ന സമയത്ത് ആ നാട്ടിലുള്ളൊരു ചെറുപ്പക്കാരനായ സ്വഹാബി അതിലൂടെ നടന്നു പോവുകയാ. ഹബീബായ തങ്ങൾ സംസാരിക്കുന്നതിൻ്റെ പേരിൽ ഹബീബായ തങ്ങളോട് സലാം പറയാതെ കടന്നു പോകുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ് ഹാദാ അബൂദർ ലൗ സല്ലമ റദദ്നാ അലൈഹി. നബിയേ, ആ പോകുന്നത് അബൂദറാ. ആ അബൂദറെങ്ങാനും സലാം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആ അബൂദറിൻ്റെ മേലിൽ സലാം അടക്കുമായിരുന്നു എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോൾ ഹബീബായ തങ്ങൾ അത്ഭുതപ്പെടുകയാ. കാരണം അബൂദർ ഈ അടുത്ത് ഇസ്ലാമിലേക്ക് വന്നവനാ. അബൂദറിനെ വല്ലാതെ ആർക്കും പരിചയമില്ല. ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, ജിബ്രീലേ, നിങ്ങൾക്കെങ്ങനെയാണ് എൻ്റെ അബൂദറിനെ പരിചയം? അബൂദറിനെ ആർക്കും വല്ലാതെ അറിഞ്ഞോണമെന്നില്ല. പക്ഷേ ഈ അബൂദറിനെ കുറിച്ച് നിങ്ങൾക്കെങ്ങനെയാണ് പരിചയമെന്ന് ചോദിക്കുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുന്നു, നബിയേ, അബൂദറിനെ ഈ നാട്ടുകാർക്ക് അറിയണമെന്നില്ല. ഈ നാട്ടിലുള്ള ഒരാൾക്കും അബൂദറിനെ അറിയണമെന്നില്ല. പക്ഷേ 7-ാം ആകാശം വരെയുള്ള ഏതൊക്കെ മലക്കുകളുണ്ടോ അവർക്കെല്ലാവർക്കും അബൂദറിനെ അറിയും നബിയേ. കാരണം എന്തേ എന്നോ, അബൂദറിൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ട്. അബൂദറിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ദുനിയാവിനെ വെറുത്തവനാ, സമ്പത്തിനെ വെറുത്തവനാ, ദുനിയാവിലെ എല്ലാ സന്തോഷങ്ങളെയും അപ്പാടെ കളഞ്ഞവനാ. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോൾ, മുസ്ലിമേ, ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്താ? നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും സമ്പാദിക്കണം. ഏത് ഹറാമിൻ്റെ കൂടെ പറപ്പിൻ്റെ കൂടെയാണെങ്കിലും ശരി, എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പഠിക്കുന്നത് നല്ലതാ. പണത്തിൻ്റെ പിന്നാലെ പോവാൻ മക്കളോട് പറയുമ്പോൾ അതാ മുസ്ലിമേ 10 വയസ്സുകാരനെ കഞ്ചാവ് കേസിൽ പിടിക്കുന്നത്, 10ാം ക്ലാസ്സുകാരനെ MDMൻ്റെ കേസിൽ പിടിക്കുന്നത്. കാരണം രക്ഷിതാക്കളായ നമ്മൾ തന്നെ പണത്തിൻ്റെ പിന്നാലെ പറഞ്ഞയക്കുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം
അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാ. അവസാനം അബൂദർ റളിയല്ലാഹു അൻഹു മരണത്തെ മെല്ലടിക്കുകയാ. സക്കറാത്തിന്റെ സമയത്തേക്ക് അടുക്കുകയാ. സ്വന്തം ഭാര്യ സന്താനങ്ങളെ വിളിച്ചിട്ട് അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കളെ, എന്നെ വെറുക്കല്ല മക്കളെ, എന്നോട് ദേഷ്യം കാണിക്കല്ല, എന്നെ ഒരിക്കലും വെറുത്തു പോവല്ല. കാരണം ഈ ദുനിയാവിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല. എൻ്റെ അടുത്തുണ്ടായിരുന്ന എല്ലാ സമ്പത്തും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. യതീമക്കൾക്ക് വേണ്ടി സ്വതക്ക കൊടുത്തു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും കരുതിയിട്ടില്ല. എന്തിനേറെ പറയാൻ, ഞാനെങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ജനാസയെ കഫൻ ചെയ്യാനുള്ള തുണി വാങ്ങാനുള്ള 1 രൂപ പോലും ഞാൻ സമ്പാദിച്ചിട്ടില്ല. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു മക്കളോട് പറയുമ്പോ, മുസ്ലിമേ, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ദുനിയാവിൻ്റെ എല്ലാ സുഖത്തിലും സൗകര്യത്തിലും അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്ന നമ്മൾ പഠിക്കേണ്ടത് ഈ ചരിത്രമാണ്. സുബ്ഹാനല്ലാഹ്. സങ്കടപ്പെട്ടിരിക്കുന്ന മക്കളോട് വാപ്പയായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കളെ, ഞാനെങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ജനാസയെ നിങ്ങൾ കുളിപ്പിക്കണം. ഞാനെങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ജനാസയെ നിങ്ങൾ കുളിപ്പിക്കണം. എന്നിട്ട് ആളുകൾ വരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. അതിലൂടെ വരുന്ന ഉംറ കഴിഞ്ഞ് വരുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് പറയണം, ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാ. ഈ സ്വഹാബിയെ കഫൻ ചെയ്യാൻ, ഈ സ്വഹാബിക്ക് കഫൻ തുണി വാങ്ങാൻ 1 രൂപ പോലും ഇദ്ദേഹം ദുനിയാവിൽ സമ്പാദിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇഹ്റാമിന് ഉപയോഗിച്ച ഡ്രസ്സ് എടുത്ത്, വസ്ത്രമെടുത്ത് നിങ്ങൾ ഞങ്ങളെ വാപ്പാനെ ഒന്ന് കഫൻ ചെയ്യണേ എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു മക്കളോട് പറയുമ്പോ, അവസാനം അബൂദർ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറയുകയാ. ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോവുകയാ. മക്കള് വാപ്പ പറഞ്ഞതുപോലെ ജനാസ കുളിപ്പിച്ചു. ആളുകൾ വരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. കുറേ സമയം കാത്തിരുന്നു, ആരെയും കാണുന്നില്ല. കുറേ സമയം കാത്തിരുന്നു, ആരെയും കാണുന്നില്ല. അവസാനം ഒരു ടീമുണ്ട്, ഉംറ കഴിഞ്ഞ് വരുന്നു. അവരെ കണ്ടപ്പോ മക്കള് പറഞ്ഞു, ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബിയാ. ഈ സ്വഹാബി ദുനിയാവിലൊന്നും സമ്പാദിച്ചിട്ടില്ല. ഞങ്ങൾ അവരുടെ മക്കളാ. ഈ സ്വഹാബിയെ കഫൻ ചെയ്യാനുള്ള തുണി വാങ്ങാനുള്ള 1 രൂപ പോലും ഞങ്ങളെ കയ്യിലില്ല. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ച ഇഹ്റാം ചെയ്യാൻ ഉപയോഗിച്ച ആ വസ്ത്രമെടുത്ത് ഉപ്പാനയൊന്ന് മറവ് ചെയ്യണേ എന്ന് മക്കള് പറയുമ്പോ, ആ ഉംറ സംഘത്തിലെ നേതാവ് ഇറങ്ങി വരികയാ. ആ ഉംറ സംഘത്തിലെ നേതാവാരെന്നറിയോ? മഹാനരായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നിട്ട് ആ മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അന്തം വിടുകയാ. ഇത് ഹബീബായ തങ്ങൾ എല്ലാ മജ്ലിസും പറയാറുള്ള സ്വഹാബിയാ. ഈ സ്വഹാബി ദുനിയാവിനെ വെറുത്തവനാ, സമ്പത്തിനെ വെറുത്തവനാ, ദുനിയാവ് മറന്നവനാ, അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുന്നവനാ, ആഖിറത്തിനെ ഭയന്ന് ജീവിക്കുന്നവനാ. ഈ സ്വഹാബിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും പറയാറുണ്ട്, ഇദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാ. അന്ത്യനാളിൽ ഇദ്ദേഹം വരുന്നത് ഒറ്റക്കാ. അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചതിൻ്റെ പ്രതിഫലമാ മുസ്ലിമേ. അതുകൊണ്ട് എപ്പോഴും അല്ലാഹ് എന്ന ചിന്തത്തിൽ ജീവിക്കാൻ കഴിയണം. അല്ലാഹ് എന്ന ചിന്തയിൽ മാത്രം ജീവിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കട്ടെ. ഇഖ്ലാസുള്ളവരിൽ പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്